मेरे प्यारे बच्चों साइलम ऑनलाइन उर्दू क्लास में सभी को मेरा पर खुलूस आदाब എല്ലാ മക്കളെയും സൈലത്തിന്റെ ഓൺലൈൻ ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ ഓണപരീക്ഷ വന്നിട്ടുണ്ട് അല്ലേ. വളരെ അടിപൊളിയായിട്ട് ഈ അധ്യയന വർഷം നമുക്ക് ഓണപരീക്ഷയെ നേരിടേണ്ടതായിട്ടുണ്ട് അല്ലേ. നമ്മൾ ഏറ്റവും ഒരു പ്രയാസം അനുഭവിക്കുന്നത് ഈ അധ്യയന വർഷം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മുൻകാല ചോദ്യങ്ങളൊന്നുമില്ല, വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉറുദു ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഓണപരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യവുമായിട്ടാണ് ഞാൻ സാർ എത്തിയിട്ടുള്ളത്. എല്ലാ മക്കളും എന്ത് ചെയ്യുക, കൃത്യതയോടുകൂടി എന്ത് ചെയ്യാം, ശ്രദ്ധിക്കാം. നോക്കൂ, നമുക്കറിയാം നമ്മുടെ ഒരു ആദ്യത്തെ ചാപ്റ്ററാണ് ഗസൽ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഗസലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലേ. അപ്പോൾ ഗസലുമായി ബന്ധപ്പെട്ട് നമ്മുടെ കഴിഞ്ഞ അധ്യയന വർഷമൊക്കെ നമ്മൾ പഠിച്ചത് കൊണ്ട് ഗസലുമായിട്ടുള്ള ചെറിയൊരു അറിവൊക്കെ നമുക്കുണ്ട്, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഗസലിനെ കുറിച്ച് അറിയുന്ന ആളുകളൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന +1 ഉറുദു എടുത്ത എല്ലാ മക്കളും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പാഠഭാഗത്തിൽ എന്താണ് ഗസലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം വളരെ ലളിതമായിട്ട്. ഗസലിൻ്റെ ജനപ്രിയത നാൾ വർദ്ധിച്ചു വരികയാണ് അല്ലേ. ഗസലിൻ്റെ ഒരു പ്രാധാന്യം എല്ലാവരിലേക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗസൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എല്ലാ ആളുകളും എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ആകർഷകമായ ശൈലി കാരണം അത് ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളെ കീഴടക്കുന്നു അല്ലേ. മാത്രമല്ല ഉറുദു ഭാഷ അറിയാത്തവർ പോലും ഗസൽ എന്ത് ചെയ്യുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട് അല്ലേ. ഒരു ഉറുദു പഠിക്കുന്ന ആളുകൾ കേവലം മാത്രമാണ് ഗസൽ ഇഷ്ടപ്പെടുന്നത് അല്ല, ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗസൽ ഇഷ്ടപ്പെടുന്നുണ്ട്. ഗസലിൻ്റെ സംഗീതാത്മക രാജ്യത്തിൻ്റെയും ഭാഷയുടെയും അതിർവരമ്പുകൾ ഭേദിച്ച് ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു നമ്മുടെ ഗസൽ എന്ന് പറയുന്നത്. പ്രണയം, വിരഹം, അതേപോലെ സമാഗമവും തത്വചിന്ത, സൂഫിസം തുടങ്ങിയ ഹൃദയസ്പർശിയായ വിഷയങ്ങളുടെ ആവിഷ്കാരം ആളുകളെ ഇതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആകർഷിക്കുന്നുണ്ട്, ഗസലിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് വളരെ ലളിതമായിട്ട്. ഇനി ആർക്കെങ്കിലും ഗസലുമായി ബന്ധപ്പെട്ട് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലില്ലെങ്കിൽ അവരെ ഓർമ്മയാക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി സാർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പുതുക്കിയ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ചോദിക്കുന്ന ചോദ്യം എന്നാണ് എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടായിരിക്കും. വളരെ ലളിതമായിട്ട് എഴുതി വെച്ചോ, നാളത്തെ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ചോദ്യം കാണും. എന്താണ് ആ ചോദ്യം? ഗസൽ കെ ബാരെ മേ നോട്ട്. അപ്പം ചിലപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു ടൈം ടേബിൾ നമ്മുടെ +1 ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വ്യത്യസ്ത സ്കൂളുകളിൽ വ്യത്യസ്ത ദിവസങ്ങളിലൊക്കെ ആയിരിക്കും എക്സാം എന്ത് ചെയ്യാൻ നടത്തുന്നുണ്ടാവുക. അപ്പോൾ എങ്ങനെയായിരുന്നാലും നമുക്ക് നടത്തുന്ന പരീക്ഷയിൽ ഈ ഒരു ചോദ്യം എന്തായാലും നമ്മളോട് ചോദിക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ആ ചോദ്യം? ഗസൽ കെ ബാരെ മേ നോട്ട് ലിഖിയേ. ഗസലുമായി ബന്ധപ്പെട്ട നോട്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ അധ്യയന വർഷം സ്കൂൾ തുടങ്ങിയിട്ട് ആകെ ഒരു മാസമായിട്ടുള്ളൂ. അപ്പോൾ സാർ ഇതൊന്നും ഞങ്ങൾക്ക് കൂടുതലായിട്ട് വലിയ രീതിയിൽ പഠിക്കാനുള്ളൊരു സമയമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ രീതിക്ക് നമുക്ക് എങ്ങനെ ഗസലിനെ കുറിച്ച് പഠിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്തരത്തിൽ നമുക്ക് നോക്കാം. ഗസൽ കെ ബാരെ മേ നോട്ട്. അപ്പോൾ ഓരോ പോയിന്റ് ആക്കിയിട്ട് നമുക്ക് പറയാം. ഗസൽ ഉറുദു ഷായരി കി ഏക് ഖാസ് സിൻഫ് ഹേ. ഗസൽ ഉറുദു ഷായരിന്റെ ഒരു ശാഖയാണ് എന്ന് നമുക്ക് പറയാം അല്ലേ. അതേപോലെ പറയാം ഗസൽ ഉറുദു ഷായരി കി ആബ്രു ഹേ. ഗസൽ ഉറുദു ഭാഷയുടെ ആബ്രു ആണ്, അഥവാ അഭിമാനമാണ് എന്ന് നമുക്ക് പറയാം അല്ലേ. നമ്മളിപ്പോൾ ഈ ഗസലിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രോ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഭാഷയിൽ ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഉറുദു ഭാഷയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി എഴുതാം. പിന്നെ നമ്മൾ പറയുന്നുണ്ട് ഗസൽ ഇഷ്കി കി കഹാനി ഹേ. എന്താ അങ്ങനെ പറഞ്ഞാൽ ഗസൽ സ്നേഹത്തിന്റെ കഥയാണ്. മാത്രല്ല ഗസൽ കെ പെഹ്ലെ ഷേർ കോ മത്ലെ കഹത്തെ ഹേ. ഗസലിന്റെ ആദ്യത്തെ വരിയെ മത്ലെ എന്ന് നമുക്ക് പറയാം അല്ലേ. അതേപോലെ ഗസൽ കെ ആഖിരി ഷേർ കോ മക്തെ കഹത്തെ ഹേ. ഗസലിന്റെ അവസാനത്തെ വരിയെ മക്തെ എന്നും നമുക്ക് പറയാം അല്ലേ. മാത്രല്ല ഗസൽ കെ ആഖിരി ഷേർ മേ ഷായിർ കാ നാം ഹോത്തെ ഹൈ അല്ലേ. ഗസലിന്റെ അവസാനത്തെ വരിയിൽ ഷായിരിന്റെ പേരുണ്ടായിരിക്കും. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇനി ഇത് നമുക്ക് അല്ലാതെ വൺ വേർഡിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതെങ്ങനെ ചോദിക്കുന്നത്? അതിങ്ങനെയായിരിക്കും ആ ചോദ്യം വരുന്നത്. അതായത് മത്ലെ എന്നാണ് ഗസലിന്റെ ആദ്യത്തെ വരിക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ചോദിച്ചേക്കാം, ഗസൽ കെ പെഹ്ലാ ഷേർ കോ ഡാഷ് കഹ്തേ ഹൈ. ഗസലിന്റെ ആദ്യത്തെ വരിയെ ഡാഷ് എന്ന് പറയുന്നു. അപ്പൊ ആ ഡാഷ് എന്നുള്ള ഭാഗത്ത് നമ്മൾ എന്ത് കൊടുക്കണം? മത്ലെ എന്ന് പറയും. അപ്പൊ മത്ലെ എന്നുള്ളത് ആദ്യത്തെ വരിയാണ്. ആദ്യത്തെ വരിയെയാണ് മത്ലെ എന്ന് പറയുക. അപ്പൊ അത് ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി നിങ്ങളോട് പറയാണ് എന്തേ, അടുത്തൊരു സംഭവം, അടുത്തൊരു ചോദ്യം നമ്മോട് ചോദിക്കാം. മക്തെ എന്നാണ് അവസാനത്തെ വരിയെ പറയുന്നത്. അപ്പൊ അതും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. മക്തെ അവസാനത്തെ വരി. മക്തെ എന്ന് പറഞ്ഞാൽ അവസാനത്തെ വരി. അപ്പൊ ഇതും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ എങ്ങനെ ചോദിക്കുക? ഗസൽ കെ ആഖിരി ഷേർ കോ ഡാഷ് കഹ്തേ ഹൈ. അപ്പൊ നമുക്ക് എന്ത് പറയാം?
എന്ത് പറയാം, മക്ത് എന്ന് പറയാം. ഈ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് മനസ്സിലാക്കി വെക്കേണ്ടത്. സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗസലുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം ചോദിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കൽ കൂടി ഞാൻ വായിച്ചു തരാം, ശ്രദ്ധയോടുകൂടി നോക്കിക്കോ. ഗസൽ ഉറുദു ഷായരി की एक खास सिन्फ है, गजल उर्दू शायरी की आबरू है, गजल इश्क की कहानी है, गजल के पहला शेर को मतले कहते हैं, गजल के आखिरी शेर को मक्ते कहते हैं, गजल के आखिरी शेर में शायर का नाम होते हैं. ഈ 6 പോയിന്റ് കൃത്യമായിട്ട് എൻ്റെ മക്കൾ പഠിച്ചോ, നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഈ 6 പോയിന്റുകളും എന്ന് ഉറപ്പായിട്ടും നിങ്ങളോട് എന്ത് ചെയ്യാണ് പറഞ്ഞു തരിക. അപ്പൊ മാറിയ ടെക്സ്റ്റ് ബുക്കാണ്, പ്രയാസമാവില്ലേ സാർ എന്ന് ചോദിക്കുന്ന മക്കളൊന്നും പേടിക്കണ്ട, ഒരു പ്രയാസവും ആകൂല. ഇന്ന് കൃത്യം 7 മണിക്ക് നമ്മുടെ മെഗാ മാരത്തോൺ ഉണ്ട്. ഉറുദുവിൽ നിന്നുള്ള +1 മെഗാ മാരത്തോൺ ആണ് സാർ. അത് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ 3 പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാകും നിങ്ങൾക്ക് എന്ത് ചെയ്യുക പരീക്ഷ വരുന്നത്. അത് ചിലപ്പോൾ ചില സ്കൂളുകളിൽ 2 ചാപ്റ്റർ ആയിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ചുരുക്കിയിട്ടുണ്ടാകും. അത് നിങ്ങളുടെ സ്കൂളിൽ പറയുന്നത് പോലെ ആയിരിക്കും. എന്തായാലും 3 ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും, വളരെ ലളിതമായിട്ട് ഇന്നത്തെ മെഗാ മാരത്തോണിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, മെഗാ മാരത്തോണിൽ കൃത്യസമയത്ത് ജോയിൻ ചെയ്യുകയും കൂടി ചെയ്യുക. ओके अल्ले विश यू ऑल द वेरी बेस्ट. अगला वीडियो में आना सर फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.